ഇന്ന് കാലത്ത് തന്നെ എൻ്റെ ഇഷ്ടപ്പെട്ട സാധനത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് കേട്ടോ. ഏട്ടൻ വോളിബോൾ കളിക്കാൻ പോയിട്ടില്ലതേ. അപ്പോൾ 10 മണിയായിട്ടും കാണാതെ ഞാൻ ക്ഷമ കെട്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാന്നേ. അപ്പോൾ ഇതാ ഏകദേശം ഒരു 10 കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. കയ്യിലുള്ളതാണ് കേട്ടോ ഞാൻ ഇത്രയും സമയം കാത്തിരുന്ന സാധനം. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കണ്ണടയൊക്കെ ഇട്ടിട്ട് വെറുതെ എന്നെ കളിയാക്കിയതാണ് കേട്ടോ. നേരത്തെ വണ്ടിയിൽ പോകുമ്പോൾ പൊടി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കണ്ണട ഇട്ടിട്ട് പോയതാണ് കേട്ടോ അത്. പിന്നെ ഇതാ ഈ ഒരു പൊതിനകത്താണ് ഞാൻ ഇത്രയും സമയം കാത്തുനിന്ന സാധനം ഉള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മുരിഞ്ഞ ഉഴുന്നുവടിയും പരിപ്പോടിയും ഒക്കെയാണ്. ഏത് നാട്ടിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളെ നാട്ടിലേത്തതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അത് വിട്ടുകളയാൻ പറ്റുകയില്ല അല്ലേ. അപ്പോൾ ഇതുപോലെ ഉഴുന്നുവടിയും മസാല ദോശയും പരിപ്പോടിയും ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇവിടുന്ന് നമ്മൾ അധികം ഇതുപോലുള്ള സ്നാക്സൊക്കെ കഴിക്കാൻ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് കടകളുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ മാത്രമേ നമ്മളെ നാട്ടിലെത്തതായിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ കിട്ടൂ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുതി കഴിക്കലാണ് ഞങ്ങളുടെ ഒരു ഹോബി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതാണ് ഈ വൈറ്റ് ചട്നി, അതുപോലെ തന്നെ ഈ റെഡ് ചട്നി എന്ന് പറയുന്നത്. ഒന്ന് തക്കാളി ചട്നി, ഒന്ന് നമ്മുടെ സാധാരണ തേങ്ങാ ചട്നിയാണ്. അപ്പോൾ ഉഴുന്നുവടയും പരിപ്പോടിയൊക്കെ ഇങ്ങനെ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ഈ ചട്നികൾ രണ്ടും ഇങ്ങനെ ഒഴിച്ച് എല്ലാം കൂടി ഇങ്ങനെ പൊടിച്ച് കഴിക്കുക എന്ന് പറയുന്നതുണ്ടല്ല, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അത് നല്ല ചൂടോടെ കിട്ടുകയാണെങ്കിൽ അടിപൊളിയായിട്ടിരിക്കും. ഇതിങ്ങനെ വീട്ടിൽ പാർസൽ കൊണ്ടുവന്ന് കഴിക്കുന്നതിനെക്കാട്ടും ടേസ്റ്റ് നമ്മൾ അവിടെ പോയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ. പിന്നെ അവിടെ ഞാൻ ഏട്ടൻ കളിക്കാൻ പോകുമ്പോൾ അധികം ഏട്ടൻ്റെ കൂടെ പോവാറുണ്ട്. പിന്നെ ഞാൻ പോവാത്ത ചില എന്താ പറയുക സമയങ്ങളിലൊക്കെ ഏട്ടൻ എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ വാങ്ങിയിട്ട് കൊണ്ടുവരേ. ഇത് ഒരു പതിവായിട്ടുള്ള കാര്യമല്ല കേട്ടോ. വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് നമ്മൾ അധികവും കഴിക്കാറുള്ളത്. പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കൽ വളരെ കുറവ് മാത്രമേ ഉള്ളൂ. എന്നാലും വല്ലപ്പോഴും ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമ്മൾ പോയി കഴിക്കുക. അപ്പോൾ ഒരു അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെയുള്ള ഫുഡൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും ഞാനിതൊന്ന് സമാധാനത്തോടെ എൻജോയ് ചെയ്ത് കഴിക്കട്ടെ.